ആദ്യം അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇന്നിപ്പോൾ ഈ ധാർമ്മികതയുടെ പേരിൽ വീണ്ടും സജി ചെറിയാൻ ഇതേ വിഷയത്തിൽ രാജിവെക്കേണ്ടി വരുമോ എന്ന ചോദ്യം വരുമ്പോൾ സജി ചെറിയാൻ അതിനൊരു ഡിഫെൻസീവായി അതിനെ പ്രതിരോധിക്കാൻ നിരത്തുന്ന ഒരു ന്യായം, കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക്, അതായത് ഭരണഘടനയെ താൻ അവഹേളിച്ചു ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. ആ കാര്യം പ്രാഥമികമായി സംസ്ഥാന പോലീസ് അന്വേഷിച്ചു. അതിനുശേഷം ഒരു കീഴ്ക്കോടതി തന്നെ കുറ്റവിമുക്തനാക്കി. അപ്പോൾ പോലീസ് പരിശോധനയിൽ ഉണ്ടായിട്ടുള്ള പാകപ്പിഴകൾ, കൂടുതൽ ഭാഗങ്ങൾ ഏതൊക്കെയോ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ മാത്രമാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. അത് അന്വേഷണം സംബന്ധിച്ച കാര്യത്തിലാണ് കോടതി ഒരു ഇടപെടൽ നടത്തിയിട്ടുള്ളത്. അല്ലാതെ താൻ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ സംബന്ധിച്ച് ഒരു കാര്യവും ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്, സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടില്ല. ഇതാണ് സജി ചെറിയാന്റെ ഒരു ന്യായം. നിയമപരമായി സാധുതയുള്ള, നിയമപരമായി യുക്തിസഹമായ ഒരു ന്യായമാണോ ഇത്? ചോദ്യം എല്ലാവരും ചോദിക്കേണ്ടത്, നേരത്തെ എന്തിനാണ് അദ്ദേഹം രാജിവെച്ചത്? നേരത്തെ ഉള്ള സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ ബെറ്റർ ആണോ വേഴ്സ് ആണോ? നേരത്തെ അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെയും ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു. അദ്ദേഹം എന്തിനാണ് ആദ്യത്തെ ഒരു സന്ദർഭത്തിൽ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടത്തിയാൽ അത് നീതിയുക്തമായിരിക്കും എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ രാജിക്കത്ത് കൊടുക്കുകയാണെന്നല്ലേ അദ്ദേഹം നേരത്തെ പ്രസ്താവിച്ചിരുന്നത്. അതിനുശേഷം അന്വേഷണം നേരിടുന്നു. അന്വേഷണത്തില് കേരള പോലീസ് അത് എഴുതി തള്ളിക്കൊണ്ടൊരു റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നു. അത് ട്രയൽ കോടതി അംഗീകരിക്കുന്നു, പക്ഷെ ഹൈക്കോടതി അതിനെ നിരാകരിക്കുന്നു. ഹൈക്കോടതി പറയുന്നത് അന്വേഷണം നേരാവണ്ണം നടന്നിട്ടില്ല, ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടന്നിട്ടില്ല. ഈ കാരണം പറഞ്ഞാണ് അദ്ദേഹം നേരത്തെ മാറി നിന്നത്. മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ അത് പക്ഷപാതരഹിതമായിരിക്കുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് മാറി നിൽക്കുന്നു എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി വീണ്ടും അത് പറയുകയാണ്, ഇപ്പോഴത്തെ അന്വേഷണം പോരാ, ഈ റിപ്പോർട്ടിൽ വേണ്ട അന്വേഷണം നടത്താതെയാണ് പോലീസ് ഈ റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് വേറെ ചില ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, നിയമത്തിന്റെ ആ കണ്ണിൽ കൂടി മാത്രം നോക്കുകയാണെങ്കിൽ കുറ്റക്കാരൻ എന്നൊരു കോടതി കണ്ടെത്താത്തിടത്തോളം തനിക്ക് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നാണല്ലോ അദ്ദേഹം അവകാശപ്പെടുന്നത്. ഞാൻ ആ നിയമത്തിന്റെ സാങ്കേതികത സംബന്ധിച്ചാണ് ശ്രീ അഡ്വക്കേറ്റ് ഞാൻ പ്രശാന്ത് പത്മനാഭൻ എൻ്റെ ചോദ്യവും. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ വിഷയത്തിന്റെ മെറിറ്റിലേക്ക്, അതായത് ഭരണഘടന തൻ്റെ പരാമർശങ്ങൾ കൊണ്ട് അവഹേളിക്കപ്പെട്ടോ എന്ന ആ വിഷയമുണ്ടല്ലോ, അതിൻ്റെ മെറിറ്റിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതായത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്ന ഒരു വിഭാഗത്തിൽ ഈ പ്രശ്നം താൻ പറഞ്ഞ രീതിയിൽ ആ കാര്യങ്ങൾ കോടതി പരിഗണിച്ചിട്ടില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അത് നിയമത്തിന്റെ സാങ്കേതികതയെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നിലനിൽക്കുമോ? അതെ, നിയമത്തിന്റെ സാങ്കേതികതയിൽ ഒരാളെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി കോടതി ശിക്ഷിക്കുന്നത് വരെ നിരപരാധിയാണെന്നൊരു പ്രിസംഷൻ ഉണ്ട്. അതാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, വേറെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് നേരത്തെ. അപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഭരണഘടനയോട് കൂറും പ്രതിപത്തിയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു MLA ആകുമ്പോഴും മന്ത്രിയാകുമ്പോഴും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്താണ് കയറുന്നത്. ആ സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയ ഒരു വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ ഭരണഘടനയിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ, അത് ഏതർത്ഥത്തിലായാലും അതൊരു ഫെയർ ക്രിറ്റിസിസമോ അല്ലെങ്കിൽ അതിനകത്തെ ചില പാളിച്ചകളോ അല്ല പറയുന്നത്. ഭരണഘടനയെ തള്ളി പറഞ്ഞുകൊണ്ട് അതിനെ നിരാകരിച്ചുകൊണ്ട് അതില് വൈദേശികമായ പല അംശങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അദ്ദേഹം ഫോളോ ചെയ്യുന്ന മാർക്സിസ്റ്റ് ഫിലോസഫി ഇന്ത്യയിൽ ഉത്ഭവിച്ചതാണോ? നമ്മൾ കടമെടുത്ത എത്രയോ ഐഡിയോളജി, ഭരണഘടനയിലെ മൂല്യങ്ങൾ പലതും പല ഐറിഷ് ഭരണഘടനയിൽ നിന്ന്, അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ പല ആശയങ്ങൾ, ഫ്രാൻസിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ, ഇതെല്ലാം ഉണ്ട് ഭരണഘടനയിൽ. ഇതൊന്നും ആരും നിഷേധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ ഭരണഘടന ചൂഷകനെ കൂട്ടു നിൽക്കുന്ന ഭരണഘടനയാണ്. ഒരു മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് ആണ് ഇത്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സിൽ ഡോക്ടർ അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനയെ തള്ളി പറഞ്ഞത് പ്രധാനമായിട്ടും രണ്ട് കൂട്ടരാണ്, കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകാർ. അവർ പറയുന്നത് ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്ററേറ്റ്, അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. ഭരണഘടനയിൽ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞു മാറി നിൽക്കുന്ന ഒരു ഭാഗമാണ്.
ആ അതെ 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 അത് 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 മാർക്സിയൻ ആശയം, തൊഴിലാളി വർഗത്തിന്റെ സർവാധിപത്യം എന്നത് ഒരു മാർക്സിയൻ ആശയധാരയിൽ നിന്നുകൊണ്ടാണ്, അതിന്റെ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ ആ വാദം ഉന്നയിച്ചത്. പക്ഷേ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒരു കാര്യം കൂടി, അതായത് ഈ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ഇന്ന് സജി ചെറിയാൻ പറഞ്ഞ മറ്റൊരു കാര്യം, എൻ്റെ ഭാഗം കേട്ടില്ല. ഇപ്പോൾ സാധാരണ ഒരു ജസ്റ്റിസ് എന്നത്, നീതി എന്നത് നടപ്പാക്കപ്പെടുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗങ്ങളും കേട്ടുകൊണ്ടാണല്ലോ നീതി നിർവഹിക്കപ്പെടുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നീതിയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എൻ്റെ ഭാഗം കോടതി കേട്ടിട്ടില്ല എന്നതാണ്. അത് നിയമത്തിന്റെ ധാർമ്മികതയ്ക്ക് യോജിക്കുന്ന ഒരു വാദമാണോ? അല്ല, ഈ ഒരു സ്റ്റേജില് ഏത് അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഒരു അന്വേഷണം നടത്തിക്കണം എന്ന് കോടതി ഉത്തരവിടുന്ന സ്റ്റേജില് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇന്ന അന്വേഷണ ഏജൻസി വേണമെന്ന് ഡിമാൻഡ് ചെയ്യാൻ യാതൊരു അവകാശവുമില്ല. സുപ്രീം കോടതി വിധികളുണ്ട്. ആ പ്രതിക്ക് അങ്ങനെ ഒരു അവകാശമില്ല. പ്രതിക്ക് കോടതി കോഗ്നൈസൻസ് എടുത്ത് നോട്ടീസ് അയച്ച് പ്രതിയെ വിളിച്ചു വരുത്തി ചോദിക്കും, നിങ്ങൾ ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ, സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് അത് നിഷേധിക്കാനോ അതിനുശേഷം അദ്ദേഹത്തിന്റെ വാദമുഖങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു സാവകാശം കിട്ടുന്നത്. അതിനു മുമ്പ് ഒരു അന്വേഷണം നടക്കട്ടെ, ഫെയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ എന്ന് ഹൈക്കോടതി പറയുന്നിടത്ത് എന്താണ് ഇദ്ദേഹത്തെ കേൾക്കേണ്ടത്? ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വ്യക്തമായിരിക്കുന്ന ഒരു സൂചന, ഇപ്പോൾ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ഫെയർ അല്ല, ഇപ്പോൾ നടത്തിയിരിക്കുന്ന അന്വേഷണം ശരിയായ ദിശയിലല്ല പോയത്. അതിന് നേരത്തെ ശ്രീ സജി ചെറിയാൻ പറഞ്ഞ കാരണം തന്നെ ആകാം. അദ്ദേഹം ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അത് നേരായ ദിശയിൽ നടക്കില്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം നേരത്തെ മാറുന്നത്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇനി നമുക്ക് ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ഞാൻ താങ്കളോട് കൂടുതൽ ചോദ്യങ്ങളുമായി വരാം. ശ്രീ വി.പി. മുസ്തഫ, ഭരണഘടനാ മൂല്യങ്ങളെ പരിരക്ഷിക്കുകയും അതിനെ സംരക്ഷിക്കുകയും അതിന്റെ അന്തസ്സത്തയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് വാഗ്ദാനം, ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്തുകൊണ്ട് ഒരു പദവിയിലേക്ക് ഒരു ജനപ്രതിനിധി എത്തുന്നത്, മന്ത്രി പദവിയിൽ എത്തുന്നത്. അങ്ങനെ ഈ ഭരണഘടനയുടെ മൂല്യവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനായ, നിയമപരമായി ബാധ്യസ്ഥനായ, ഭരണഘടനാനുസൃതമായി ബാധ്യസ്ഥനായ, അതിൻ്റെ ധാർമ്മികതയിലൂന്നി അത് നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ഒരു മന്ത്രി തന്നെ ഈ ഭരണഘടനയിലെ കുന്തവും കുടച്ചക്രവും എന്ന മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കുറിച്ച് പറയുക, ഇത് കടം കൊണ്ട ഭരണഘടനയാണ്, ഇത് ഏറ്റവും അധികം ചൂഷണത്തിനിടയാക്കിയ ഭരണഘടനയാണ് നമ്മുടെ ഭരണഘടന എന്ന് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുക. ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നു, സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണത്തിലെ പിഴവുകൾ ഒന്നും രണ്ടുമല്ല, അടിസ്ഥാനപരമായ അന്വേഷണത്തിൽ ആവശ്യമായ നടപടികൾ, അതായത് ഇതിൻ്റെ ഒറിജിനൽ അസലായിട്ടുള്ള അതിൻ്റെ വീഡിയോ പരിശോധിക്കുക, അതിൻ്റെ ശബ്ദരേഖ പരിശോധിക്കുക, പിന്നീട് അതിൻ്റെ ഫോറൻസിക് പരിശോധന ഫലം വരുന്നത് വരെ കാത്തിരിക്കുക, ഇത് കണ്ടും കേട്ടും നിൽക്കുന്ന മാധ്യമപ്രവർത്തകരടക്കമുള്ള സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുക. ഇങ്ങനെ ഒരു അന്വേഷണത്തിൽ പ്രാഥമികമായി ഉണ്ടാകേണ്ടുന്ന നടപടികൾ പോലും പാലിക്കാതെ ധൃതി പിടിച്ച് നൽകിയ ഒരു അന്വേഷണ റിപ്പോർട്ടിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണം വേണം എന്ന് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് ന്യായം പറഞ്ഞാണ് സജി ചെറിയാൻ ഇനി മന്ത്രിപദത്തിൽ തുടരാൻ കഴിയുക? എന്ത് ന്യായം പറഞ്ഞാണ് CPIM-ന് അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കാൻ കഴിയുക? എന്ത് ന്യായം പറഞ്ഞാണ് സർക്കാരിന് മന്ത്രിയായി സജി ചെറിയാൻ ഇരിക്കട്ടെ എന്ന് കരുതാൻ കഴിയുക? CPIM-ഉം അതിലെ ഒരംഗമായിട്ടുള്ള സഖാവ് സജി ചെറിയാനും ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നവരാണ്. ആ ഭരണഘടനയെ മാനിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പൗരന്മാരായി ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ CPIM-നും അതിൻ്റെ പ്രവർത്തകനായിട്ടുള്ള സഖാവ് സജി ചെറിയാനെയും ജനങ്ങൾ അവരുടെ കോടതിയിൽ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരു തവണയല്ല, ഒന്നിലധികം തവണ സജി ചെറിയാനെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നിരവധി കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് CPIM-ഉം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യൻ ഭരണഘടനയെ മാനിക്കുന്നവരാണ്. ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമരങ്ങൾ നടത്തുന്നത് ഇടതുപക്ഷമാണ് എന്നുള്ളത് ആർക്കും ബോധ്യമുള്ള വസ്തുതയുമാണ്. നമ്മുടെ നാട്ടിലെ നിലവിലുള്ള യൂണിയൻ സർക്കാർ, അതിൻ്റെ വക്താക്കൾ ഈ ഭരണഘടനയെ എത്രമേൽ ചവിട്ടിമെതിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഭരണഘടനയോടൊപ്പം ഈ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം. അതിനാണ് CPIM കമ്മ്യൂണിസ്റ്റുകാർ കൂടി പങ്കാളിയായി ദേശീയ തലത്തിൽ ഇന്ത്യ കൂട്ടായ്മ പോലും വന്നിട്ടുള്ളത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണഘടനയോടുള്ള പ്രതിബദ്ധതയെ വേറൊരർത്ഥത്തിൽ ചോദ്യം ചെയ്യുകയോ വിലയിരുത്തുകയോ വേണ്ടതില്ല. രണ്ട്, ഇവിടെ എന്താ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്? തുടരന്വേഷണം എന്നാണ്, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തുടരന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതുവരെ നടന്ന അന്വേഷണത്തെ തള്ളിക്കളഞ്ഞോ? ഇതുവരെ നടന്ന അന്വേഷണമൊന്നും വേണ്ട എന്ന് പറഞ്ഞോ? ഇതുവരെ നടന്ന അന്വേഷണങ്ങൾ അതിൻ്റെ തുടരന്വേഷണമാണ്. അതല്ലാതെ നിങ്ങൾ ഈ അന്വേഷണമെല്ലാം മാറ്റിവെക്കൂ. ഇപ്പൊ കേരള പോലീസ് നടത്തിയ അന്വേഷണം മഹാമോശമാണ്. അവര് വളരെ ധൃതി പിടിച്ചു കൊടുത്ത റിപ്പോർട്ട് തീരെ വിശ്വാസയോഗ്യമല്ല. അതുകൊണ്ട് ഒരു റീ ഇൻവെസ്റ്റിഗേഷൻ നടത്തൂ, പുനരന്വേഷണം നടത്തൂ എന്ന് പറഞ്ഞില്ല. പിന്നെ ഒരൊറ്റ മിനിറ്റ് ശ്രീ വി.പി. മുസ്തഫ, അത് പറയുന്നതിന് പകരമാണ് ഭംഗ്യന്തരേണ കോടതി പറഞ്ഞത് വിശ്വാസ്യതയുള്ള
an ഓഫീസ് വിത്ത് ഇന്റഗ്രിറ്റി അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ വേണം ഈ പരിശോധനകൾ നടക്കാൻ, ഇനി തുടരന്വേഷണം ഉണ്ടാകാൻ. അതിന് DGPയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകണം, അദ്ദേഹത്തിന്റെ സൂപ്പർവിഷൻ ഉണ്ടാകണം. അതുകൊണ്ടാണ്, അത് പറഞ്ഞുകൊണ്ടാണ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താണ് കോടതിക്ക് വിമർശിക്കാനുള്ളത്? ഈ അന്വേഷണത്തിലെ പാകപ്പിഴകളെ കുറിച്ച് അടിസ്ഥാനപരമായി പോലീസിന്റെ അന്വേഷണത്തിൽ പാലിക്കേണ്ടുന്ന ഈ നടപടികൾ പോലും പാലിച്ചിട്ടില്ല എന്ന് കോടതി പറയുന്നു. സാക്ഷിമൊഴികളായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കേഡർമാരുടെ, പാർട്ടി പ്രവർത്തകരുടെ മൊഴികളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കണ്ടു നിന്നവരുടെയോ മാധ്യമ പ്രവർത്തകരുടെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിട്ടില്ല, വിഷ്വൽസ് കണ്ടിട്ടില്ല, ഓഡിയോ പരിശോധിച്ചിട്ടില്ല, ഈ ഫോറൻസിക് പരിശോധന റിപ്പോർട്ടിന് വേണ്ടി കാത്തു നിന്നിട്ടില്ല. ഇതിൽ കൂടുതൽ വലിയൊരു വിമർശനം സംസ്ഥാന പോലീസിന് എന്താണ് ഈ കേസിൽ നേരിടാനുള്ളത് ശ്രീ VPP മുസ്തഫ? ഇവിടെ പരാതിക്കാരൻ പെറ്റീഷണർ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്താ? അദ്ദേഹം തന്നെയാണ് ആദ്യം പോലീസിൽ പരാതി കൊടുക്കുന്നത്. ഞാൻ ഒന്നത് പറയാൻ അനുവദിക്കൂ ഗോപീകൃഷ്ണൻ. പരാതിക്കാരനാണ് ഈ പ്രസംഗത്തെ ആധാരമാക്കിയിട്ട് ആദ്യം പോലീസിൽ പരാതി കൊടുക്കുന്നത്. പോലീസിന്റെ അന്വേഷണത്തിൽ വേഗത പോരാ, അവർ കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്ന് കണ്ടപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മജിസ്ട്രേറ്റ് കോടതിയെ അദ്ദേഹം സമീപിച്ചു. മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം കോടതി FIR ഇട്ടു, അന്വേഷണം നടത്തി. അവര് ഈ പറഞ്ഞ പരാതിക്കാരനെ ഉൾപ്പെടെ കേട്ടു. അവിടെ പ്രസംഗം കേൾക്കാൻ വന്ന പാർട്ടി സഖാക്കളെ മാത്രമല്ല, അല്ലെങ്കിൽ പാർട്ടി കേഡർമാരെ മാത്രമല്ല, ഈ പരാതി കൊടുത്ത ആ പ്രസംഗം നേരിട്ട് കേട്ടിട്ടില്ലാത്ത പരാതിക്കാരനെ ഉൾപ്പെടെ കേട്ടിട്ടാണ്, 33 ആളുകളെ കേട്ടിട്ടാണ് പോലീസ് കൊടുത്തത്. അതുപോലെ അവിടുത്തെ ജില്ലാ പ്രോസിക്യൂട്ടറുടെ നിയമോപദേശം എടുത്തു. ഇതെല്ലാം എടുത്തിട്ട് കൊടുത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഒരു കോടതി അംഗീകരിച്ചു, പോലീസിന്റെ റിപ്പോർട്ട്. ആ ജഡ്ജി കമ്മ്യൂണിസ്റ്റുകാരനല്ലല്ലോ, പിണറായി വിജയൻ നിയോഗിച്ച ആളല്ലല്ലോ. അവരും ഈ പറഞ്ഞ ഹൈക്കോടതി ജഡ്ജിമാരെ പോലെ, നമ്മുടെ പാനലിസ്റ്റ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് പ്രശാന്തിനെ പോലെ നിയമം പഠിച്ച് പരീക്ഷ എഴുതി കോടതിയിൽ ജഡ്ജിയായിട്ട് വന്നയാളാണല്ലോ. ആ ജഡ്ജിയാണ് സ്വീകരിച്ചത്. ആ ജഡ്ജി ഈ പോലീസ് റിപ്പോർട്ട് സ്വീകരിച്ചു. അവിടെ നിന്നോ എന്നിട്ട് ഇദ്ദേഹത്തിന്റെ MLA സ്ഥാനം റദ്ദാക്കണം, MLA സ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കണം എന്ന് ഹൈക്കോടതിയിൽ കേസുണ്ടായില്ലേ ഗോപികൃഷ്ണൻ? ആ ഹൈക്കോടതിയിൽ ഇദ്ദേഹം മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചപ്പോൾ, സജി ചെറിയാൻ അന്ന് മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചപ്പോൾ ആ കേസ് കേട്ടതാരാ ഹൈക്കോടതിയിൽ? നിങ്ങളിപ്പോ സിംഗിൾ ബെഞ്ചിന്റെ വിധിയെ വല്ലാതെ ഇങ്ങനെ എടുത്ത് പറഞ്ഞ് തിരിച്ചടിയാണ്. അങ്ങനെയാണ് ഗോപികൃഷ്ണന്റെ ഇൻട്രോയിൽ പറഞ്ഞത്. സർക്കാരിന് തിരിച്ചടി, പാർട്ടിക്ക് തിരിച്ചടി, മുഖ്യമന്ത്രിക്ക് ക്ഷീണം എന്നൊക്കെയാണ് പറഞ്ഞത് ഇൻട്രോയിൽ. പക്ഷെ നിങ്ങൾ കാണേണ്ടത്, മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാനെ MLA സ്ഥാനത്ത് നിന്ന് കൂടി നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിലും ഇതേപോലെ ഒരു സ്വകാര്യ പെറ്റീഷൻ വന്നില്ലേ? അത് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള 2 അംഗ ബെഞ്ചല്ലേ കേട്ടത്, ഒരു സിംഗിൾ ബെഞ്ചല്ല കേട്ടത്. സിംഗിൾ ബെഞ്ചിനേക്കാൾ മേലെയാണല്ലോ ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ച്. ആ ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത്? അങ്ങനെ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, അത് അങ്ങനെ ഒരു കുഴപ്പം കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് സജി ചെറിയാനെ ഇതേ ഹൈക്കോടതി ഇതേ വിഷയത്തിൽ MLA സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്തതും നമ്മൾ കാണണം. അപ്പൊ പിന്നെ ഇവിടെ എന്താ വിഷയം? ഇവിടെ അവസാനത്തെ പാരഗ്രാഫിലെ വിവരങ്ങൾ പറയുമ്പോൾ അതിനു മുമ്പ് 21ാമത്തെ പാരഗ്രാഫ് കൂടി ഒന്ന് ഗോപികൃഷ്ണൻ പറയൂ, സെലക്റ്റീവ് ആവണ്ട. എന്താ 21ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ? റീഇൻവെസ്റ്റിഗേഷൻ ought to be ordered only in exceptional cases as held in വിനയ് ത്യാഗി കേസ് എന്ന് കൃത്യമായിട്ട് പറയുക. എന്നിട്ട് കൃത്യമായിട്ട് ഇവിടെ പറയുന്നു, നോ സർക്കംസ്റ്റാൻസസ് എക്സിറ്റ്സ് ടു ഓർഡർ എ റീഇൻവെസ്റ്റിഗേഷൻ. 21ാമത്തെ പാരഗ്രാഫ് പറയുക, പുനരന്വേഷണം വേണ്ടതില്ല എന്ന് തന്നെയാ പറയുന്നത്. താങ്കൾ ഈ പറയുന്നത് പോലെ ഇപ്പൊ പോലീസ് കൊടുത്ത റിപ്പോർട്ട് മഹാമോശം, അത് തീരെ സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് സെറ്റ് അസൈഡ് ചെയ്യണ്ടേ? എന്നിട്ട് CBIയെ കൊണ്ട് പരാതിക്കാരൻ ഈ കോടതിയിൽ ആവശ്യപ്പെട്ടതുപോലെ ഈ കേരളത്തിലെ പോലീസ് വിശ്വാസയോഗ്യമല്ല, അവർ വഴിവിട്ടിട്ടാണ് അന്വേഷിച്ചത്, അവർ പാർട്ടി കേഡർമാരെ മാത്രമേ കേട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ശരിയല്ല. അങ്ങനെയാണല്ലോ മുഖ്യമന്ത്രിക്ക് ക്ഷീണം വരേണ്ടത്. ഗോപികൃഷ്ണൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. ശ്രീ VPP മുസ്തഫ, താങ്കൾ 1-2 കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതിൽ ഇനി അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ ഞാൻ വിശദീകരിക്കാം. ഒന്ന്, താങ്കൾ പറഞ്ഞത് എൻ്റെ ഈ ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ചില പരാമർശങ്ങളാണ്. എങ്ങനെ സജി ചെറിയാന് തിരിച്ചടിയാകുന്നു, എങ്ങനെ സർക്കാരിന് തിരിച്ചടിയാകുന്നു, എങ്ങനെ CPM-ന് തിരിച്ചടിയാകുന്നു എന്ന്. അത് ഞാൻ പറയേണ്ടതില്ലല്ലോ. സജി ചെറിയാനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ രാജിവെക്കാൻ ഇടയായ സാഹചര്യം എന്താണോ ആ ധാർമ്മിക പ്രശ്നം ഇപ്പോഴും അദ്ദേഹത്തിന് നിലനിൽക്കുന്നു. ഈ കോടതി വിധിയോടുകൂടി അത് കൂടുതൽ ശക്തമാകുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന് അത് തിരിച്ചടിയാകുന്നത്, സർക്കാരിന് തിരിച്ചടിയാകുന്നത്.
സർക്കാരിന് തിരിച്ചടിയാകുന്നത് ശ്രീ വി പി മുസ്തഫ, അത് ഈ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ചപ്പോൾ ആ പോലീസിലെ പാകപ്പിഴകളെ കുറിച്ചാണ് ഈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്നതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്ക് ക്ഷീണമാണ് എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. മൂന്നാമത് CPM-നെ സംബന്ധിച്ചും CPM എന്ത് നിലപാടാണ് ഈ കാര്യത്തിൽ ഇനി സ്വീകരിക്കാൻ പോകുന്നത്? മുൻപും ഈ രാജിവെക്കേണ്ടതില്ല എന്ന സജി ചെറിയാൻ്റെ നിലപാടിനൊപ്പമായിരുന്നു പാർട്ടി. അന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. അന്ന് വൈകുന്നേരം സജി ചെറിയാൻ രാജിവെക്കുകയും ചെയ്തു. കാരണം എന്താ? സർക്കാർ AG-യുടെ നിയമോപദേശം തേടി. AG പറഞ്ഞു അനുചിതമാണ് ഈ പദവിയിൽ തുടരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ ഇൻട്രോയിൽ പറഞ്ഞ ഭാഗങ്ങൾ ഞാൻ അതിനൊപ്പം നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് ഈ ഇതിലെ കോടതിയുടെ വിധിപ്പകർപ്പ് വായിച്ചുകൊണ്ട് താങ്കൾ സെലക്റ്റീവ് ആവേണ്ട എന്ന് പറഞ്ഞു. എനിക്ക് സെലക്റ്റീവ് ആവേണ്ട ഒരു കാര്യവുമില്ല. കാരണം ഇതിനകത്ത് എല്ലാ ചർച്ചകളിൽ എന്ന പോലെ നിഷ്പക്ഷമായി എന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഏറെക്കുറെ സത്യസന്ധമായി തന്നെയാണ് ഞാൻ ഈ ചർച്ചകൾ നടത്തുന്നത്. അതുകൊണ്ട് അതിൽ ഒരു ഭാഗം വായിക്കാൻ താങ്കൾ എന്നെ അനുവദിക്കണം. അക്കോർഡിംഗ്ലി ദ ഇംപണ്ട് ഓർഡർ ഡേറ്റഡ് 15/2/2023 പാസ്ഡ് ബൈ ദ ലേണഡ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോർട്ട് തിരുവല്ല ഈ സെറ്റ് അസൈഡ് തിരുവല്ല കോടതിയുടെ വിധി മാറ്റുന്നു. ആൻഡ് എ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഓർഡേഡ് ഇൻ which shall be conducted by the state crime branch. The state of police chief shall immediately pass appropriate orders handing over further investigation to the state crime branch with an officer of integrity. With an officer of integrity to lead the investigation. Needless to mention, the investigation shall be completed without undue delay. അങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. വിശ്വാസ്യതയുള്ള സത്യസന്ധനായ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ DGP നൽകുകയും ചെയ്യണമെന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട് ഈ ഉത്തരവിൽ. സെലക്റ്റീവ് ആവണ്ടല്ലോ ശ്രീ VP മുസ്തഫ. പിന്നെ അന്ന് രാജിവെച്ച അതേ സാഹചര്യങ്ങൾ സജി ചെറിയാൻ ഇപ്പോഴും ഉണ്ടല്ലോ. ഞാൻ അതാ പറഞ്ഞത്, താങ്കളുടെ ഇൻട്രോയിൽ മുഖ്യമന്ത്രിക്ക് വരെ ക്ഷീണം എന്ന് താങ്കൾ ഉപയോഗിച്ചു. അത് ശരിയല്ല. എന്തുകൊണ്ടാ? ഇവിടെ മുഖ്യമന്ത്രിയെയോ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെയോ അതിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസിയെയോ കോടതി വിമർശിക്കില്ല. അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ ഈ പരാതിക്കാരൻ ആവശ്യപ്പെട്ടതുപോലെ CBIയുടെ അടുത്തേക്ക് പോകണ്ടേ? ഇതേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാൻ വിത്ത് ഇന്റഗ്രിറ്റി ഓഫീസർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞ പരാമർശം ശരിയല്ല. അത് വളരെ കൃത്യമാണ്, വ്യക്തമാണ്. പക്ഷെ എന്താ വിഷയം ഇവിടെ? അങ്ങനെ കൃത്യമായിട്ട് പറയുമ്പോൾ തന്നെ അതുകൊണ്ടാണ് 21-ാം പാരഗ്രാഫ് ഞാൻ പറയുന്നത്. ഇൻവെസ്റ്റിഗേഷൻ വേണ്ടതില്ല, ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മതി എന്ന് പറഞ്ഞാൽ തുടരന്വേഷണവും പുനരന്വേഷണവും. ഭാഷാ പണ്ഡിതനാണ് കാരശ്ശേരി മാഷ്, അദ്ദേഹം വിശദീകരിക്കും. പുനരന്വേഷണം എന്ന് പറയുന്നത് ഇതെല്ലാം ശരിയല്ല, വേറെ തന്നെ അന്വേഷിക്കണം. ശരി VP മുസ്തഫ, അതിലൊരു ഭാഷാ പാണ്ഡിത്യത്തിന്റെ പ്രശ്നമല്ല. കാരശ്ശേരി മാഷിന് അതിനൊരു വ്യക്തമായ നിലപാട് അദ്ദേഹത്തിന് ഈ വിഷയത്തിലുണ്ട് എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹം മുൻപ് ചർച്ചകളിൽ ആ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളതും ഇതൊരു ഭാഷയുമായി ബന്ധപ്പെട്ട അതിലെ അവ്യക്തതയോ സങ്കീർണതകളുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല ശ്രീ VP മുസ്തഫ. മാത്രമല്ല താങ്കൾ പറഞ്ഞ കാര്യത്തിൽ ഞാനൊരു ക്ലാരിറ്റി നേരത്തെ വരുത്തിയിരുന്നു. കാരണം സംസ്ഥാന പോലീസിന് വരുത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കാണിച്ചിട്ടുള്ള ധൃതി, അതിൽ വരുത്തിയിട്ടുള്ള വീഴ്ചകൾ, അതിൽ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തുന്നതിൽ കാണിച്ചിട്ടുള്ള അലംഭാവം അടക്കമുള്ള കാര്യങ്ങൾ, പോലീസിന്റെ അന്വേഷണത്തിൽ കോടതിക്കുള്ള അതൃപ്തിയാണ് രേഖപ്പെടുത്തുന്നത്. അതാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ക്ഷീണമുണ്ടാക്കും എന്ന് ഞാൻ പറഞ്ഞത്. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചിരുന്നു. താങ്കൾ ആ ഭാഗം കേട്ടില്ല എന്ന് ഞാൻ കരുതുന്നു.